ഏലിയ സ്ലീവ മോശക്കാലം. ഏലിയ ഒന്നാം ഞായർ. ലൂക്ക 18:35 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. ഏലിയായെയും മോശയെയും സാക്ഷികളാക്കി കുരിശിൻ്റെ പുകഴ്ചയെ അനുസ്മരിപ്പിക്കുന്ന ആരാധനാക്രമ മത്സരത്തിൻ്റെ ആരംഭത്തിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം എന്ന ചിന്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കുരിശിൻ്റെ പുകഴ്ച എന്നത് കുരിശുമരണത്തിലൂടെ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് കാത്തിരിക്കുന്ന സഭയ്ക്ക് കുരിശ് പ്രകാശപൂർണമാകുന്ന അനുഭവമാണ്. അതുവഴി കുരിശ് സഹനത്തിൻ്റെ മാധ്യമം എന്നതിനും അപ്പുറത്ത് ഉത്ഥാനത്തിലേക്കുള്ള വഴിയും വഴികാട്ടിയുമാവുകയാണ്. ഈ ലോകത്തെയും വരാനിരിക്കുന്ന ലോകത്തെയും ബന്ധിക്കുന്ന നാൽക്കവലയും വഴികാട്ടുന്ന അടയാളവുമാണ് കുരിശ്. കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനമെന്ന വേദപുസ്തക സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ പ്രതീക്ഷയോടെയും തത്തുല്യമായ ഒരുക്കത്തോടെയും കാത്തിരിക്കുന്നവരുടെ കൂട്ടായ്മയുടെ അനുഭവമാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്ന ആരാധനാക്രമ മത്സരത്തിലെ അവസാന കാലഘട്ടത്തിൽ അനുഭവിച്ചു തുടങ്ങുന്നത്. ഈ ആമുഖ ചിന്തകളോടെ ഇന്നത്തെ സുവിശേഷ വിചിന്തനത്തിലേക്ക് നമുക്ക് കടക്കാം. പ്രകാശം കാണുവാൻ, പ്രകാശത്തിലെല്ലാം കാണുവാൻ കണ്ണുകൾക്ക് കാഴ്ച വേണം. കാഴ്ചയുള്ളവർ അതിൻ്റെ വിലയെക്കുറിച്ചും അതിൻ്റെ പിന്നിലുള്ള അത്ഭുത ശക്തിയെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. കാഴ്ചശക്തി കുറയുന്നതുവരെയോ അത് പൂർണ്ണമായി നഷ്ടപ്പെടുന്നതുവരെയോ. കാഴ്ച എന്നത് ഉൾക്കാഴ്ചയാകുന്നതുവരെ ഇൻസൈറ്റ്, ഉള്ളിലൊരു ദർശനത്തിൻ്റെ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതുവഴിയാണ് ബാഹ്യലോകത്തിൻ്റെ രഹസ്യങ്ങൾ ഉള്ളിലെ അനുഭവമായി തീരുന്നത്. തത്വശാസ്ത്രത്തിൽ, എപ്പിസ്റ്റമോളജിയിൽ അതിൻ്റെ പേര് ഗ്രഹണം, പെർസെപ്ഷൻ, യുക്തിവിചാരം അല്ലെങ്കിൽ വിചിന്തനം, റീസണിങ്, താതാത്മ്യപ്പെടൽ, ആഡക്വേഷൻ എന്നൊക്കെയാണ്. അറിയുക എന്ന പ്രക്രിയയിലൂടെയാണ് ഈ പ്രോസസ്സിലൂടെ ആന്തരിക ലോകവും ബാഹ്യലോകവും ഐക്യപ്പെടുന്നത്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ബാഹ്യലോകം രൂപാന്തരപ്പെടലിലൂടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. അതിനുള്ള കവാടങ്ങളാണ് പഞ്ചേന്ദ്രിയങ്ങൾ. ഉൾക്കൊള്ളുന്നവയ്ക്ക് ദാറ്റ് വിച്ച് ഈസ് പെർസീവ്ഡ് ആത്മീയത കൈവരുമ്പോഴാണ് അവ അറിവിൻ്റെ വിഷയമാകുന്നത്. അതുവഴി ഭൗതികവും ആത്മീയവും പരസ്പരം അറിയുന്നു. ബോഡി ആൻഡ് സ്പിരിറ്റ്. അതാണ് അറിവെന്ന ആത്മീയ ദർശനം, സ്പിരിച്വൽ വിഷൻ. അല്പം തത്വശാസ്ത്രം നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് പുതുമയും ആഴവും നൽകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് പ്രധാന ചിന്തകളിൽ നിന്നുള്ള വഴിപിരിയലെന്ന് തോന്നിപ്പിക്കുന്ന ഈ ചിന്തകൾ ഇവിടെ സൂചിപ്പിച്ചത്. കടന്നുപോകുന്ന ഈശോ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാണ്. ആൾക്കൂട്ടം കടന്നു പോകുന്നതിൻ്റെ ആരവമാണ് അന്ധനായവൻ കേട്ടറിഞ്ഞത്. അവൻ്റെ കേൾവി കാഴ്ചക്കുറവിനെ ഒരു പരിധിവരെ പരിഹരിക്കത്തക്കവണ്ണം ശക്തമായിരുന്നു. ജനക്കൂട്ടത്തിൽ നിന്നും ആരവം മാത്രമായിരുന്നില്ല അവൻ കേട്ടത്. ദാവീദിൻ്റെ പുത്രൻ എന്നോ വരാനിരിക്കുന്ന പ്രവാചകനെന്നോ രക്ഷകനെന്നോ ഒക്കെ സൂചിപ്പിക്കുന്ന വാക്കുകളോടെ അവർ ഒരുവന് സ്തുതി വിളിക്കുന്നതായി അവൻ കേട്ട് കാണും. അത് ആരാണ് എന്ന് അവൻ ജനക്കൂട്ടത്തിൽ ചിലരോട് ചോദിക്കുന്നു. നസറായനായി യേശു കടന്നുപോകുന്നുവെന്ന് അവർ അവനോട് പറഞ്ഞു. നസറത്തിൻ്റെയും പലസ്തീനായുടെയും യൂദയായുടെയും ഒക്കെ സ്ഥലസംജ്ഞകൾ അവൻ ഇതിനകം മനസ്സിലാക്കിയിരുന്നു. ആ പ്രദേശങ്ങളിലൊക്കെ കണ്ടു മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞില്ലെങ്കിലും, യേശുവിനെ ഒരിക്കലും അടുത്തറിഞ്ഞില്ലെങ്കിലും അവിടത്തെക്കുറിച്ച് അവൻ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അവന് സംസാരശേഷിക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. അതിനാൽ അവൻ ഉച്ചത്തിൽ അന്ധമായ അവൻ്റെ കണ്ണുകൾ കൊണ്ട് അദൃശ്യനായവനെ വിളിച്ചപേക്ഷിച്ചു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ഇവിടെ അവൻ്റെ അഭിസംബോധന പ്രാർത്ഥനയാകുന്നു. ദാവീദിൻ്റെ പുത്രൻ, ഇസ്രായേൽ ജനം മുഴുവൻ കാത്തിരിക്കുന്നവൻ, കരുണാനിധി എന്നൊക്കെ വിശ്വാസം വഴി അവൻ ധരിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. വിശ്വാസം ഒരു കാഴ്ചയാണ്. അതുവഴി യേശുവിനെ അവൻ ദാവീദിൻ്റെ പുത്രനായി, വരാനിരിക്കുന്ന പ്രവാചകനായി, രക്ഷകനായി തൻ്റെ ഉള്ളിൽ ചിത്രീകരിച്ചു. അവൻ്റെ അപേക്ഷയിൽ വിശ്വാസ പ്രഖ്യാപനവും ഉണ്ടായിരുന്നു. ഈ ജനക്കൂട്ടം അവന് സംസാര വിലക്ക് കൽപ്പിച്ചപ്പോൾ അവൻ വീണ്ടും കൂടുതൽ ഉച്ചത്തിൽ അവൻ്റെ അപേക്ഷ ആവർത്തിച്ചു. ആൾക്കൂട്ടത്തിൻ്റെ ആരവത്തിനിടയിലും ഈശോ അവൻ്റെ വിളി കേട്ടു. അങ്ങിലെ കവിഞ്ഞൊഴുകുന്ന കരുണ അവന് തിരിച്ചറിഞ്ഞു. അവനിലെ വിശ്വാസത്തെ അത് തിരിച്ചറിഞ്ഞു. തനിച്ച് വഴി തപ്പിത്തടഞ്ഞ് തൻ്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്ന യാചകനെ തൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നവരോട് ഈശോ നിർദ്ദേശിച്ചു. ജെറുസലേമിലേക്കുള്ള യാത്രയ്ക്ക് അങ്ങനെയൊരു ഇടവേളയുണ്ടായി. ചുറ്റുപാടുകളെ അവഗണിച്ചുകൊണ്ട് കടന്നു പോകുവാൻ ഈശോ തയ്യാറായില്ല. വഴി ലക്ഷ്യത്തിലേക്കാണ് നയിക്കുന്നത്. വഴി മുട്ടിയവന് ലക്ഷ്യമില്ല, വഴിയുമില്ല. ഒരു വഴിയും അവനെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നില്ല.
കർത്താവ് അവന് വേണ്ടി ഹൃദയം തുറന്നപ്പോൾ അവന് ഒരു വഴി തുറക്കപ്പെടുകയായിരുന്നു. തൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തപ്പെട്ട യാചകനോട് കർത്താവ് ഉള്ളിൽ തട്ടുന്ന ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? കർത്താവ് അവൻ്റെ ആഗ്രഹം അറിഞ്ഞുകൊണ്ടാണ് അത് വ്യക്തമാക്കുവാൻ അവനോട് പറഞ്ഞത്. അവൻ്റെ ഉത്തരം അവൻ 3 വാക്കുകളിൽ വ്യക്തമാക്കി. എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. 3 വാക്കുകളിൽ തന്നെ കർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഉത്തരവും വന്നു. നിനക്ക് കാഴ്ച വീണ്ടും കിട്ടട്ടെ. അതൊരു നവസൃഷ്ടിയെ വെളിവാക്കുന്ന വാക്കുകളായിരുന്നു. ഉണ്ടാകട്ടെ എന്ന ആദ്യ വചനങ്ങളുടെ തുടർച്ച. കേൾവിയിലൂടെ ആ വാക്കുകളുടെ ശക്തി അവനിലേക്ക് കടന്നു ചെന്നു. തൽക്ഷണം അവന് കാഴ്ച വീണ്ടും കിട്ടി എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. കർത്താവിന് തുടർന്നുള്ള വാക്കുകൾ അവനിലെ വിശ്വാസത്തിൻ്റെ ശക്തിയായി വിളിച്ചറിയിക്കുന്നതായിരുന്നു. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ട കാഴ്ചയോ ആദ്യമായി ലഭിച്ച കാഴ്ചയോ അല്ല കർത്താവിൻ്റെ വാക്കുകൾ ഇവിടെ അർത്ഥമാക്കുന്നത്. രക്ഷ കാഴ്ചയ്ക്ക് അതീതവും അപ്പുറവുമുള്ള ഒന്നാണ് എന്നാണ് കർത്താവിൻ്റെ വാക്കുകളുടെ അർത്ഥം. വിശ്വാസം ഒരു വഴിയാത്രയാണ്. ദൈവപക്കലേക്ക് നയിക്കുന്ന വഴിയാത്രയാണ് വിശ്വാസം. ആ വഴി ചെന്നു ചേരുന്നത് വഴി തന്നെയെന്ന് സ്വയം പരിചയപ്പെടുത്തിയ യേശുവിൻ്റെ പക്കലേക്കാണ്. അവിടെ അവൻ രക്ഷകനെ കണ്ടുമുട്ടി. ആ നിമിഷം അവൻ്റെ കണ്ണുകൾക്ക് തുറവിയുണ്ടായി. ആ ഉൾക്കാഴ്ച അത്ര ശക്തമായിരുന്നു. ആ കാഴ്ചയാണ് അവനെ സുഖപ്പെടുത്തിയത്. അന്ധനും ഈശോയും പരസ്പരം ആന്തരികതയിൽ കണ്ടപ്പോഴാണ് അവന് കാഴ്ച ലഭിച്ചത്. അതായത് കരുണയും വിശ്വാസവും പരസ്പരം ദർശിച്ചപ്പോൾ. അന്ധനായിരുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഉടൻ തന്നെ ഈശോയെ അനുഗമിച്ചു എന്ന വാക്കുകളോടെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം അവസാനിക്കുന്നത്. അവന് ലഭിച്ച കാഴ്ച ഒരുപോലെ ബാഹ്യവും ആന്തരികവുമായിരുന്നു. അതിനാൽ അവൻ തുറക്കപ്പെട്ട കണ്ണുകളോടെ കർത്താവിനെ കണ്ടുകൊണ്ട് അനുഗമിച്ചു. സൂര്യപ്രകാശത്തേക്കാൾ പ്രഭ വിതറുന്ന അവിടുത്തെ സാന്നിധ്യം അവൻ്റെ കണ്ണുകൾ തിരിച്ചറിഞ്ഞു. അവൻ്റെ ചുരുങ്ങിയ വാക്കുകളിലും പെരുമാറ്റത്തിലും അന്ധനായിരുന്ന യാചകൻ, അല്ലെങ്കിൽ ദുർവിധി കൊണ്ട് യാചകനായവൻ, നമ്മെ പ്രാർത്ഥനയുടെ വിവിധ വശങ്ങൾ പഠിപ്പിക്കുകയാണ്. അതായത് സപ്ലിക്കേഷൻ, അപേക്ഷ ആയിരുന്നു ആദ്യത്തേത്. അവൻ്റെ പെരുമാറ്റത്തിലൂടെ ക്രിസ്തുവാനുധാവനം, താങ്ക്സ് ഗിവിങ്, കൃതജ്ഞതയായി. അവസാനമത് അഡോറേഷനായി, ആരാധനയായി. ദൈവത്തെ സ്തുതിക്കലായി, ആരാധന അനുധാവനമായി. അങ്ങനെ ഇന്നത്തെ സുവിശേഷം വിശ്വാസത്തിനും വിശ്വാസത്തിൽ ഉറച്ച പ്രാർത്ഥനയ്ക്കും പ്രകീർത്തനത്തിലെത്തുന്ന ആത്മസമർപ്പണത്തിനും അനുധാവനത്തിനും ഉത്തമോദാഹരണമാകുകയാണ്. ഈ സുവിശേഷത്തിലൂടെ അന്ധന് മാത്രമല്ല കാഴ്ച ലഭിക്കുന്നത്, നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നില്ലേ? ദൈവത്തിൻ്റെ തുറക്കപ്പെടുന്ന കണ്ണുകൾ, തുറക്കപ്പെടുന്ന ഹൃദയത്തെ അവിടുത്തെ കണ്ടെത്തിയ നമ്മൾ കണ്ടറിഞ്ഞു തുടങ്ങിയില്ലേ? കണ്ണു തുറപ്പിക്കുന്ന ശക്തമായ ഒരു പ്രകാശത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന ബോധത്തിലേക്ക് ഈ സുവിശേഷത്തിലൂടെ നമ്മൾ കടക്കുകയല്ലേ? എല്ലാം കൊണ്ടും ദർശനാത്മകമാണ് ഇന്നത്തെ സുവിശേഷ ചിന്തകൾ എന്ന ഉൾക്കാഴ്ചയോടെ ഈ വിചിന്തനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും ഞായറാഴ്ചയുടെ ആശംസകളോടെ ഫാദർ ജെയിംസ് പുറത്തയിൽ CST.